കീഴ്പള്ളി അത്തിക്കൽ ജംഗ്ഷൻ അപകടക്കെണിയാകുന്നു. തിങ്കളാഴ്ച രാത്രി ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കീഴ്പള്ളി എടൂർ റോഡിൽ അത്തിക്കൽ കുരിശുപള്ളി ജംഗ്ഷൻ അപകടക്കെണി പോലെയാണ് പലപ്പോഴും. കഴിഞ്ഞ ദിവസവും ഇവിടെ അപകടമുണ്ടായി. മലയോരത്തെ പ്രധാന റോഡായതിനാൽ നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നു. ജംഗ്ഷനിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് ഇടവേലി വീർപ്പാടേക്കും മറുഭാഗത്ത് മാങ്ങോട് ചതിരൂർ ഭാഗത്തേക്കുമുള്ള റോഡ്. പ്രധാന റോഡിൽ വാഹനങ്ങൾ പൊതുവെ വേഗത കൂട്ടി പോകുന്നതിനാൽ ഇട റോഡുകളിൽ നിന്ന് പ്രധാന പാതയിലേക്ക് വാഹനങ്ങൾ കടക്കുമ്പോഴാണ് അപകടമുണ്ടാവുന്നത്. ഇവിടെ വ്യാപാരിയായ ബോബി അത്തിക്കൽ പറയുന്നത് ഇങ്ങനെ: അത്തിക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇരിട്ടി, മാടത്തി, എടൂര്, കിഴിപ്പള്ളി റോഡിൽ ഇരിട്ടി കൂട്ടുപുഴയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ജംഗ്ഷനാണ് അത്തിക്കൽ ജംഗ്ഷൻ, ഇരിട്ടി മാടത്തി റോഡ്, മാടത്തി കിഴിപ്പള്ളി റോഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് കണ്ടു കാണുമല്ലോ, ഇവിടെ ആംബുലൻസ് ആയിട്ട് പല ഓട്ടോസായിട്ടും ഇവിടെ എന്നും ആക്സിഡൻ്റായി. ഇവിടെ നേരത്തെ റോഡിൻ്റെ മുകളിൽ സിർബാലൻ ഉണ്ടായിരുന്നു, സിർബാലൻ ഇപ്പോൾ ഇല്ല ഇവിടെ. ആ സിർബാലൻ മാഞ്ഞിട്ട് പത്രകാലമായി പലരും കംപ്ലൈൻറ്റ് പരാതി കൊടുത്തു, ആക്ഷൻ ആയിട്ടില്ല. രണ്ടാമത് റോഡ് ജംഗ്ഷൻ്റെ ഒരു ട്രാഫിക് സിഗ്നൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ടവരെ സിഗ്നൽ മാർക്ക് ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും ട്രാഫിക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുക. സുരക്ഷാ മുന്നറിയിപ്പുകളുടെ അഭാവമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് നാട്ടുകാരനായ ബേബി. കഴിഞ്ഞ പ്രാവശ്യം ഒരു കാറ് ഈ കുണ്ടങ്ങോട് ഭാഗത്തുനിന്ന് മെയിൻ ലൈനാണ് തെറ്റിദ്ധരിച്ച് വന്ന് ഇത് ചെറിയ ലൈനാണ് തെറ്റിദ്ധരിച്ച് കയറിയിട്ട് ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അവിടെ അത് വലിയൊരു അപകടമായിരുന്നു. അത് ആളുകൾ മരിക്കാതെ രക്ഷപ്പെട്ടതെന്ന ഭാഗ്യം. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇതിന് മെയിൻ കാരണം എനിക്ക് തോന്നുന്നു ഈ ആരാധനാലയങ്ങൾ മനുഷ്യൻ്റെ മതപരമായ ഒരു ആവശ്യമാണ്. അത് അതിനെ നിഷേധിക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഈ കുരിശുപള്ളി ഇത് ആദ്യം ചെറുതായിരുന്നു. അത് പിന്നെ റോഡിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു കുപ്പിക്കഴുത്ത് പറഞ്ഞൊരു ഒരവസ്ഥയാകുന്നുണ്ട്. ഇത്രയും തിരക്കുള്ള ഇവിടെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുകയാണെങ്കിൽ ഇത് കുറയാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ ഇതിൻ്റെ ഈ ഇറങ്ങിയത് പുറകോട്ട് പോയി അത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ വീതി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹരിക്കാൻ ഒരുപക്ഷെ സ്പീഡ് ബ്രേക്കറും അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പോലീസുകാരുടെ നേതൃത്വത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒന്നാമത് ഇറങ്ങി വരുന്നതാണ് നല്ല സ്പീഡിൽ വണ്ടി വരിക അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ അപകടം സംഭവിച്ചത്. ഒരു ഓട്ടോ വട്ടം തിരിഞ്ഞു. അവിടെ നിന്ന് വന്ന ഒരു ബൈക്ക് വളരെ ശക്തിയുള്ള വലിയ ബോംബ് പൊട്ടുന്ന ശബ്ദമായിരുന്നു. ഞാൻ കേട്ടില്ല. പക്ഷേ കേട്ട് 2 മിനിറ്റിനുള്ളിൽ ഞാനിവിടെ വന്നു കാണാൻ. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയാലും ഇതിനൊരു പരിഹാരമുണ്ട്. അധികൃതർ അടിയന്തരമായി ഇവിടെ സിഗ്നൽ സംവിധാനവും വേഗ നിയന്ത്രണ സംവിധാനവും ഏർപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.